കേരളത്തെ നടുക്കിയ പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകില്ല. ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷമായിരിക്കും വിധി. ഇന്ന് ചെന്താമരയെ നേരിട്ട് ഹാജരാക്കേണ്ടതില്ലെന്നും ഓൺലൈനായി ഹാജരാക്കിയാൽ മതിയെന്നും കോടതി പറഞ്ഞിരുന്നു. ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, കേരളത്തെ ആകെ നടുക്കിയ ഇരട്ടക്കൊലക്കേസ്, അതിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പക്ഷേ ശിക്ഷാവിധി ഇന്നുണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആ വിധി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ വിധി മാറ്റിവെക്കാൻ കാരണം? സിബി, പ്രധാനമായും ഇതിൽ ഈ ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ വിധി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ. കാരണം ഇയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പഠനം ആവശ്യമാണ് എന്നുള്ളൊരു കാര്യമാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ലിറ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കോടതി സമർപ്പിക്കും. അത് വിശകലനം ചെയ്തതിനു ശേഷം അടുത്ത ദിവസങ്ങളിലായിട്ട് വിധി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചത്. സമാനമായി തന്നെ പ്രോസിക്യൂട്ടറും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് ഇന്ന് വിധി ഉണ്ടാവില്ല, അത് വരും ദിവസങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സമാനമായി തന്നെ ഇന്ന് വിധി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിലേക്ക് ആ ഒരു വിധി മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ഒരു വിധി പറയുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇയാൾ കുറ്റക്കാരൻ തന്നെയാണ്, മാത്രമല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ നടപ്പിലാക്കണം, വധശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. പ്രതിഭാഗം പറഞ്ഞത് ഇത് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള ഇളവുകൾ നൽകണമെന്നും പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വിധി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്.